യെസ്, ഏറ്റവും പുതിയ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞു എന്നുള്ള വാർത്ത ശരിയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ ഹർജി വഞ്ചിയൂർ കോടതി തള്ളിയിരുന്നു. അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യവും അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയും തള്ളിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വസിക്കാവുന്ന ഒരു വിധിയാണ് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ തരാൻ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് വാർത്തകൾ വരേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞു, അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിനിധികൾ. അഹമ്മദ് മുസ്തഫ ചേരുകയാണ്. മുസ്തഫ, ഹൈക്കോടതി അല്ലെങ്കിൽ ഈ കേസ് പരിഗണിച്ച ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സെഷൻസ് കോടതി ഉത്തരവിൽ ചില പിഴവുകളുണ്ട്. താൻ നൽകിയ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കാതെയാണ് സെഷൻസ് കോടതിയുടെ ചില കാര്യങ്ങൾ, നടപടികൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പ്രത്യേകിച്ച് പരാതിക്കാരി ഉന്നയിച്ച ചില വിഷയങ്ങളിൽ തനിക്ക് ചില കാര്യങ്ങൾ കൂടി കോടതികളെ ബോധ്യപ്പെടുത്താനുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്താനുണ്ട്. പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ, ഇത്തരം കാര്യങ്ങളൊന്നും, പരാതിക്കാരിയുടെ ചില വാദങ്ങൾ മാത്രം മുഖവിലക്കെടുത്ത് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ചില മൂവ്മെന്റ് നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ ചില കാര്യങ്ങൾ ഉന്നയിച്ചതോടുകൂടി, അഭിഭാഷകൻ ചില കാര്യങ്ങൾ കൂടി കോടതിയെ പരാമർശിച്ചതോടുകൂടി ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ മറ്റു മെറിറ്റുകളിലേക്ക് കടക്കാതെ തന്നെ പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് തേടി, ആന്റിസിപ്പേറ്ററി ബെയിലാണല്ലോ, സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമമായി ഒരു വാദം കേൾക്കുക. ഈ ഹർജിയിൽ തന്നെ രാഹുൽ ചൂണ്ടിക്കാണിച്ചത് ചില കാര്യങ്ങൾ തനിക്ക് പറയാനുള്ള ഒരു സാവകാശം വേണം, അതിനെ അനുവദിക്കണം, അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നടപടി. പക്ഷേ ഇതൊരു അന്തിമ കാര്യമല്ല. ഈ ആന്റിസിപ്പേറ്ററി ബെയിലിൽ വിശദമായ വാദം കേൾക്കുന്നത് പ്രോസിക്യൂഷന്റെ കൂടി റിപ്പോർട്ട് വന്ന ശേഷമാണ്. അതുവരേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. നൗഫൽ, മുസ്തഫ, എത്ര ദിവസത്തേക്കാണ്, എന്നാണ് പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങൾ സമർപ്പിക്കുക? സാധാരണഗതിയിൽ പ്രോസിക്യൂഷന്റെ ഒരു റിപ്പോർട്ടിന് ഹൈക്കോടതി അനുവദിക്കാറുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം എന്നുള്ളതാണ്. മറ്റൊന്ന്, അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും കൊടുക്കേണ്ടതെന്ന് നേരത്തെ തന്നെ ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന ബെഞ്ച് പറയാറുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ കഴിയില്ല. 3 വർക്കിംഗ് ഡേ എന്നുള്ളതാണ് കണക്ക്. ഈ വിഷയത്തിൽ എത്ര ദിവസമാണ്, ഏത് ദിവസമാണ് ഇനി അടുത്തതായി പരിഗണിക്കുന്നത് എന്ന കാര്യം കൂടി വരാനുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു. ഇനി പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രോസിക്യൂഷൻ എന്തായാലും ശക്തമായി തന്നെ എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ തന്നെ അത്ര കണ്ട എതിർപ്പ്, കുറെ അധികം തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ട് എന്ന് പറഞ്ഞ് 2ാം ദിനവും ഈ വാദത്തിലേക്ക് കടന്നുപോയൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ എന്തായാലും ഇവിടെയും പ്രോസിക്യൂഷന്റെ റിപ്പോർട്ടും നിലപാടും അത് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് വന്ന ശേഷം ആ റിപ്പോർട്ടിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമുള്ള വാദങ്ങൾ ഉണ്ടാകും. പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് കോടതി പരിശോധിക്കും, അത് പ്രോസിക്യൂഷൻ ചില നിലപാടുകൾ കോടതിയിൽ അറിയിക്കും. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനമായി രാഹുൽ ഉന്നയിക്കുന്ന ഒരു വിഷയം തന്നെ ബലാത്സംഗ കുറ്റം തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നിലനിൽക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ബലാത്സംഗ കുറ്റം എന്നത് തന്നെ പ്രഥമ ദൃഷ്ട്യാ മെയിൻറ്റൈനബിൾ അല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ആദ്യത്തെ പോയിന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഉഭയസമ്മത പ്രകാരം ഒരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് രാഹുലുമായി അടുത്ത ബന്ധമുള്ള ചില ആളുകൾ അല്ലെങ്കിൽ അഭിഭാഷക വൃത്തങ്ങളൊക്കെ സൂചിപ്പിച്ചത് തന്നെ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശമായാലും ചാറ്റുകളായാലും അത് ഒരു ഭാഗത്ത് മാത്രമാണ്. സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് കുറെ ചില കാര്യങ്ങൾ, അത് വളരെ വ്യക്തിപരമായി ഉള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക്, അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ഇവിടെയും സമാന രീതിയിൽ ചില കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്താനുണ്ട്.